നമസ്കാരം. JM ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുമ്പോൾ സത്യം പറയാമോ? സത്യം പറയുന്നത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിച്ചെന്ന് വരും. രാഹുൽ മാങ്കൂട്ടം വിഷയത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അത് കോൺഗ്രസ്സിന് ക്ഷീണമുണ്ടാക്കും. ശബരിമല സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അത് CPMന് ക്ഷീണമുണ്ടാക്കും. പക്ഷേ സത്യം പറയാതിരിക്കാനും വയ്യ. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരായിട്ടുള്ള പുതിയ കേസിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ അപേക്ഷ നൽകി. ഈ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, താന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ ആ സ്ത്രീയുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, ഒരു അവിവാഹിതനായ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ അവിവാഹിതനായ ഒരു പൊതുപ്രവർത്തകൻ പറയുന്നു താന് ഒരു സ്ത്രീയുമായിട്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ് ജാമ്യാപേക്ഷ കൊടുക്കുന്നു. ഇത് മാധ്യമങ്ങളിൽ വരുന്നു. പക്ഷെ അതിലൊന്നും ഒരു അസ്വാഭാവികത ഇപ്പം ഇല്ല. ഇതൊരു 10-20 വർഷം മുമ്പായിരുന്നെന്ന് ആലോചിച്ച് നോക്കുക. ഒരു നേതാവ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ജാമ്യാപേക്ഷയുടെ ഭാഗമായിട്ടോ എന്തോ ആയിട്ട് പരസ്യമായിട്ട് പറയുക. കാരണം ഇതാണ് ഇപ്പോഴത്തെ ന്യൂ നോർമൽ. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകരോ അല്ലാത്തവരോ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും ഇതെല്ലാം ന്യൂ നോർമലാണ്. ഒരു സ്ത്രീ ഇപ്പോഴെന്താണ് കേസിൽ സംഭവിക്കുന്നത്? ജാമ്യാപേക്ഷയോടൊപ്പം 9 തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നത് പരാതിക്കാരായ സ്ത്രീക്കെതിരെ. കേസ് ജയിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യാം, അതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ചെയ്യുന്നത് ഒരു പൊതുപ്രവർത്തകനാണ്. ഈ സ്ത്രീ താൻ ബന്ധപ്പെടുന്ന സമയത്ത് ഈ സ്ത്രീ വിവാഹിതയായിരുന്നോ അവിവാഹിതയായിരുന്നോ, അല്ലെങ്കിൽ ആ സമയത്ത് ഭർത്താവുമായിട്ട് ഒന്നിച്ച് താമസിക്കുമായിരുന്നോ, ആൾ ഭർത്താവ് തന്നെയാണോ, ഇവർ നിയമാനുസൃതമായി വിവാഹം കഴിച്ചിട്ടുണ്ടോ, താൻ നിർബന്ധിച്ച് ഭ്രൂണഹത്യ നടത്തിയെന്നുള്ളതിന് തെളിവെന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഇതിനെല്ലാം ന്യൂ നോർമലായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാലത്തിന് മാറ്റമായിട്ട് മനസ്സിലാക്കിയാൽ പോലും ഇത്രത്തോളം കേരള സമൂഹം മാറിയോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. ഇത്രമാത്രം വീഴ്ചകൾ വരുത്തിയ ഒരു പൊതുപ്രവർത്തനെതിരായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം നടപടിയെടുത്തപ്പോൾ ആ നടപടിക്കെതിരായിട്ട് എത്ര ശക്തമായിട്ടുള്ള എതിർപ്പാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. എത്ര കടുത്ത വിമർശനമാണ് ആ തീരുമാനങ്ങളെടുത്ത VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ടത്. അപ്പോൾ അതിനെ വിമർശിക്കുന്നവരൊക്കെ ഈ പുതിയ തലമുറയുടെ പുതിയ സിദ്ധാന്തത്തിൻ്റെ പുതിയ ആശയങ്ങളുടെ അവരൊക്കെ പുതിയ കാലത്തിൻ്റെ ആൾക്കാരായിട്ട് നിന്നുകൊണ്ട് നടപടിയെടുത്തവരെ വിമർശിക്കുമ്പോൾ എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത് എന്നോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ആ കൂടെ കോൺഗ്രസിനുള്ളൊരു ആശ്വാസം CPMൽ EP ജയരാജനെ പോലുള്ള ആളുകളുണ്ടെന്നുള്ളതാണ്. EP ജയരാജൻ വളരെ ആവേശപൂർവ്വം പറയുന്നു, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി നടപടിയെടുക്കാത്തത്? നിങ്ങളുടെ വീട്ടിലും പെൺമക്കളില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഒരു പത്രലേഖകൻ ചോദിക്കുന്നു, CPMനകത്തും ഉണ്ടല്ലോ MLA മാർ, മുകേഷ് ഉണ്ടല്ലോ, മുകേഷിനെതിരെ നിങ്ങൾ നടപടിയെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അത് സിനിമയാണ്. സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെൺമക്കൾ സിനിമാ ലോകത്താണെങ്കിൽ അതിന് വേറെ നിയമം. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ മക്കൾ രാഷ്ട്രീയത്തിലാണ് അതിന് വേറെ ലോകം. രാഷ്ട്രീയവും സിനിമയും രണ്ടാണത്രേ. രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മികത, സിനിമയിൽ വേറൊരു ധാർമ്മികത. സിനിമയിലെ അധാർമികതയെ ഞങ്ങൾ പ്രത്യേകം കാണുന്നു, രാഷ്ട്രീയത്തിലെ അധാർമികതയിൽ അതിന് വേറെ വഴി കാണുന്നു. അപ്പോൾ ഇത് എങ്ങോട്ടാണ് നമ്മുടെ നാടിനെ നയിക്കുന്നത്? ഇത് പറഞ്ഞത് വെറും സാധാരണക്കാരല്ല, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാണ്. അപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും, CPMൻ്റെ ഭാഗത്താണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്താണെങ്കിലും ശരിയല്ലാത്ത വഴിയിലൂടെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ, ശരിയല്ലാത്ത വഴിയിലൂടെ ഒരു തലമുറ നീങ്ങുമ്പോൾ ആ തലമുറയെ മുന്നറിയിപ്പ് നൽകി നയിക്കേണ്ട ആൾക്കാർ തന്നെ അതിനെ തിരുത്താൻ ശ്രമിക്കാതിരിക്കുക എന്ന് പറയുന്ന നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇതിനകത്ത് ആര് നേട്ടം കൊയ്യുന്നു ആര് നേട്ടം കൊയ്യുന്നില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു സമൂഹത്തെ എങ്ങോട്ട് നയിക്കുന്നു? ധാർമ്മികത, സത്യസന്ധത, നീതിബോധം, നൈതികത, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത വേണ്ടയോ? അതുകൂടെ ചർച്ച ചെയ്യണ്ടേ? വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരാധകർ ഒന്നിച്ചുകൂടി രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന സമയത്ത് അത് ശരിയായ വഴിക്കാണോ പോകുന്നത്,
അത് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനായിക്കോട്ടെ സി പി എംകാരനായിക്കോട്ടെ, അപ്പുറത്ത് സി പി എമ്മിലുള്ള ആൾക്കാർ ഇതേ തെറ്റ് ചെയ്താൽ അവിടെയും ഇതേ വിമർശനം ഉയർത്തണമെങ്കിൽ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിനപ്പുറത്തേക്കുള്ള ഇത്തരത്തിലുള്ള വസ്തുതകളെ സത്യസന്ധമായി വിലയിരുത്താനും ചർച്ച ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനും കഴിയണം. നേതൃത്വം അത്തരം കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് ശ്രീ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുമാത്രമാണ് ഇക്കാര്യത്തിൽ നൽകുന്ന ഒരേ ഒരു പ്രതീക്ഷ.